നിങ്ങൾ പേടിക്കുന്നത് ഈ എൽ ഡി എല്ലോ എച്ച് ഡി എല്ലിനോ അല്ലെങ്കിൽ കൊളസ്ട്രോളിനോ അല്ല. ട്രൈഗ്ലിസറോയിഡ്, VLDL ഇതൊക്കെയാണ് നിങ്ങൾ പേടിക്കുന്നത്. ഞാൻ എന്റെ എൻറ്റയർലി റിസൾട്ട് കാണിച്ചു തരാം. ഇതെന്റെ 2021 റിപ്പോർട്ടാണ്. ഇതിൽ എന്റെ കൊളസ്ട്രോളും LDL ഒക്കെ ഹൈ ആണ്. പക്ഷെ നിങ്ങൾ അതിൽ ട്രൈഗ്ലിസറോയിഡും VLDL നോക്ക്. എന്റെ ട്രൈഗ്ലിസറോയിഡും VLDL വളരെ കുറവാണ്. ഓക്കെ, ഈ സമയത്ത് ഞാൻ കീറ്റോ ആണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021 ആ സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു. 2022 എന്റെ കൊളസ്ട്രോളും LDL ഒക്കെ ബോർഡർ ലൈനാണ്, ഹൈ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ എന്റെ ട്രൈഗ്ലിസറോയിഡും VLDL ഭയങ്കര കുറവാണ്. ഇത് 2022 ഇങ്ങനെയായിരുന്നു. ഇത് 2023 എന്റെ റിപ്പോർട്ടാണ്. എന്റെ കൊളസ്ട്രോളും LDL ഒക്കെ കൂടുതലാണ്. ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഫാറ്റ് പ്രോട്ടീൻ ഡയറ്റ് ആണ്. എന്റെ കൊളസ്ട്രോളും LDL ഒക്കെ കൂടിയിട്ടും ഞാൻ ഫാറ്റ് അല്ലാതെ തോന്നിയിരിക്കുന്ന റീസൺ എന്റെ ട്രൈഗ്ലിസറോയിഡും VLDL വളരെയധികം കുറവായതുകൊണ്ടാണ്. ഈ ചാർട്ട് നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം. കാരണം ഇത് ഞാൻ കാർബ് ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഇതിൽ എന്റെ VLDL ട്രൈഗ്ലിസറോയിഡും LDL HDL ഒക്കെ കൂടുതലാണ്. ഈ LDL HDL ഒക്കെ നമ്മുടെ ബോഡിയാണ് ഡിസൈഡ്. കാരണം എനിക്ക് അത്ര LDL ആവശ്യം ഉണ്ടായിരുന്നവർക്ക് ബോഡി പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇതിൽ എൻ്റെ ട്രൈഗ്ലിസറോയിഡും VLDL ഹൈ ആണ്. ആ ഒരു സമയത്തുള്ള എൻ്റെ ഒരു അവസ്ഥ ഇതാണ്. നിങ്ങളോട് മനസ്സിലായി, ട്രൈഗ്ലിസറോയിഡും VLDL കൂടുമ്പോഴാണ് നിങ്ങളുടെ ബോഡി ഫാറ്റ് ആവുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു റീസൺ നിങ്ങൾ എടുക്കുന്ന കാർബ് അടങ്ങിയ ഭക്ഷണമാണ്. ഹെവി ആയിട്ട് കാർബ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഈ ചാർട്ട് നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം. കഴിഞ്ഞിലൊക്കെ എൻ്റെ കൊളസ്ട്രോൾ കൂടെ നിങ്ങൾ പറയും ചിലപ്പോൾ ഫാറ്റ് പ്രോട്ടീൻ ആയിട്ടായിരിക്കും. ഇത് ഫാറ്റ് പ്രോട്ടീൻ ആയിട്ടല്ല, നിങ്ങൾ പറയുന്ന പോലെ കലോറി ബേസ്ഡ് ആയിട്ടാണ്. അതായത് കുറച്ച് കാർബ്സ്, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കൂടുതൽ പ്രോട്ടീൻ ഒക്കെ എടുത്ത് കലോറി കാൽക്കുലേറ്റ് ചെയ്ത് കഴിച്ചാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതിന് കൊളസ്ട്രോളും LDL ഒക്കെ കൂടുതലാണ്, ബോഡിയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെ VLDL ട്രൈഗ്ലിസറോയിഡും നിങ്ങൾ നോക്ക്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് കുറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീണ്ടും ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ച് ഫിറ്റായി. നിങ്ങളുടെ ട്രൈഗ്ലിസറോയിഡാണ് നിങ്ങളെ ഫാറ്റാക്കി മാറ്റുന്നത്. അതായത് കൂടുതൽ കാർബ്സ് കഴിക്കുന്നതാണ് നിങ്ങളുടെ ബോഡി ഫാറ്റിലേക്ക് കൺവേർഷൻ നടക്കുന്നത്. ഈ ഒരു സമയത്ത് എനിക്ക് അറ്റാക്ക് വരാൻ വളരെ കൂടുതൽ ചാൻസ് ആണ്. കാരണം എൻ്റെ ട്രൈഗ്ലിസറോയിഡും VLDL ഹൈ ആണ്. അതാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാൻ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടാത്ത കലോറീസ് അത് കോശങ്ങളിൽ ശേഖരിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് കലോറീസ് ആയിട്ട് മാറ്റുന്നു. അതാണ് ട്രൈഗ്ലിസറൈഡ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ, അതായത് രക്തധമനികളുടെ വാൾസിലൊക്കെ ഭിത്തിയിലൊക്കെ വന്ന് അടിഞ്ഞുകൂടി അത് കട്ടിക്കൂടി നമുക്ക് ഹാർട്ട് ഡിസീസിനൊക്കെ കാരണമാകും. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? വളരെ സിമ്പിൾ. 3 ദോശ കഴിച്ച് കഴിഞ്ഞാൽ 1 ദോശ ഉപയോഗിക്കും, 2 ദോശ ട്രൈഗ്ലിസറൈഡ് ആക്കും. 2 തവി ചോറ് കൊണ്ട് കഴിഞ്ഞാൽ അതിനകത്ത് 1 തവി ഉപയോഗിക്കും, 1 തവി ട്രൈഗ്ലിസറൈഡ് ആക്കും. 2 ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞാൽ 1 ചപ്പാത്തി ഉപയോഗിക്കും, 1 ചപ്പാത്തി ട്രൈഗ്ലിസറൈഡ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ അർജന്റ് ആയിട്ട് എടുക്കേണ്ട എനർജി. ഇത്രേ ഉള്ളൂ. അപ്പം അതിനെ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി ശരീരം ഉപയോഗിക്കും. ഇതാണ് അതിന്റെ മെക്കാനിസം.